ഇതൊരു പ്രത്യേകതരം സിനിമയാണ്. ശരിക്കും ഒരു സീറ്റേജ് ത്രില്ലർ പോലെ സിനിമയല്ല. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ദുര്യോഗം എന്ന് പറയപ്പെടുന്നത് ഇത്ര മനോഹരമായിട്ട് വിഭാവനം ചെയ്യപ്പെട്ട ഒരു സിനിമ പോലും കാണാൻ വേണ്ടി 10 പേര് പോലും വരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അവസരങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്ന ഒരു സിനിമ. വളരെ സന്തോഷം. ഇനി ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മുടെ ആൾക്കാരെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളരെ നല്ല സിനിമ, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ IFFK കണ്ടാണ്. കുറച്ചുകൂടെ നല്ല സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ എഫക്ട്സിന് വേണ്ടിയിട്ട് എപ്പോഴും നന്നായിട്ടുണ്ട്. ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രത്യേകതരം സിനിമയാണ്. ശരിക്കും ഒരു സീറ്റേജ് ത്രില്ലർ പോലെ സിനിമയല്ല. ഒരു വുമൺ അവരുടെ സത്യസന്ധതയും അവർക്കുണ്ടാകുന്നൊരു വിഷയം അത് ബോധ്യപ്പെടുത്തിയെടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള വിഷയം വളരെ സോഫിസ്റ്റിക്കേറ്റായിട്ട് പറയുന്നൊരു സംഭവമാണ്. നന്നായിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും എല്ലാവരും നാടകപ്രവർത്തകരാണെന്ന് തോന്നുന്നു. വളരെ നന്നായിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ് എല്ലാവരും. ഗംഭീരമായിട്ടുണ്ട്. പുതിയ ഡയറക്ടറാണെന്ന് പറയില്ല, വളരെ നന്നായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട് സിനിമ. IFFK അവാർഡ് ഉണ്ടായിരുന്നു മൂവി. IFFK ഞാൻ ടാഗോർ തിയേറ്ററിലാണ് കണ്ടത്. അപ്പോൾ അവിടെ പ്രൊജക്ഷൻ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ കാണാൻ വിചാരിച്ചു വന്നതാണ്. വളരെ ഇഷ്ടപ്പെടുന്നു. വളരെ നല്ല സിനിമയായിരുന്നു. പ്രത്യേകിച്ച് ആ ലേഡിയുടെ അഭിനയം വളരെ നന്നായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അവസരങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്ന ഒരു സിനിമ. വളരെ നല്ല അഭിപ്രായമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കാണേണ്ട, ഫാമിലിയായിട്ട് കാണേണ്ട നല്ലൊരു സിനിമ. വിനയ് ഫോർട്ട് സാധാരണ ഒരു നിലയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് വിനയുടെ അല്ല, ഇതിൽ മറ്റുള്ള ആക്ടേഴ്സ് ഒരു പുതുമുഖ നടനാണെന്നുള്ള ഒരു അതല്ലായിരുന്നു. എല്ലാവരും വളരെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. വിനയ് ഫോർട്ടും മോശമൊന്നുമല്ല, പക്ഷേ അതിനേക്കാളും ബെറ്ററായിട്ട് മറ്റുള്ള പുതിയ ആൾക്കാരുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ ഞാൻ വേറൊരു ഫിലിം കാണാൻ വേണ്ടി വന്നതാണ്. അത് കണ്ടു. വളരെ എന്താ പറയുമ്പോൾ പോലെ വളരെ നല്ല രസകരമായിട്ട് അവരങ്ങ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ അറിഞ്ഞു കുറച്ച് വേറെ എഫക്റ്റിലൊക്കെ ഇപ്പോൾ വർക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ടെനിക്ക് ചിലപ്പം, പക്ഷെ ഇന്ന് വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഇത്രയും സമയം അത് കണ്ടു. വളരെ സന്തോഷം. ഇനി ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മുടെ ആൾക്കാരെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗംഭീരമായിട്ടുള്ളൊരു പ്രമേയമാണ്. ഗംഭീരമായിട്ടുള്ള പ്രമേയം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലം ഒരുപാട് മാറി. ലോകം എന്ന് പറയപ്പെടുന്നത് ലിംഗസമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയപ്പെടുമ്പോഴും അതെല്ലാം ഫ്ലോപ്പാണെന്നുള്ളതിന് തെളിവാണ്. ഈ സ്ത്രീയും പുരുഷനും എന്ന് പറയപ്പെടുന്ന 2 ധ്രുവങ്ങളിലാണ്, 2 ഭൂഖണ്ഡങ്ങളാണ്. അതിന് ഈ ലോകം അവസാനിക്കുന്ന കാലത്തോളം ഈ ധ്രുവങ്ങളിലുള്ള വ്യത്യാസം തുടരുക തന്നെ ചെയ്യും. അതിന് പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രമേയം എന്ന് പറയപ്പെടുന്നത്. കാരണം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയപ്പെടുമ്പോഴും അവരവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ വെച്ച് അത് വേർപിരിഞ്ഞ് തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇതിനകത്തോട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും എന്ന് പറയപ്പെടുന്ന രീതിയിൽ. അതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രമേയം. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ദുര്യോഗം എന്ന് പറയപ്പെടുന്നത് ഇത്ര മനോഹരമായിട്ട് വിഭാവനം ചെയ്യപ്പെട്ട ഒരു സിനിമ പോലും കാണാൻ വേണ്ടി 10 പേര് പോലും വരുന്നില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് നേര് പോലെയുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ തിമിർത്ത് ഇപ്പുറത്ത് കിടന്ന് ഓടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം നമ്മൾ പറയുന്നു അത്രമാത്രമേ ഉള്ളൂ. സിനിമ ഗംഭീര സിനിമയാണ്, നല്ല അനുഭവമാണ്. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.